സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ ഇരിക്കുമ്പം ഈ ലൈവ് ന്യൂസ് കണ്ടാണ് മിക്കപ്പോഴും ഇരിക്കാറ്. ഏതെങ്കിലുമൊക്കെ വാർത്ത. അപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി വാർത്തയുടെ 4 മണി സമയമൊക്കെ ആയപ്പം ന്യൂസ് ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പം ചില വാർത്തകൾ കാണുമ്പം വിവാദപരമായ പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഈ അടി വരുന്ന കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കമൻറ്റുകൾ ശ്രദ്ധിച്ചപ്പം ഈ വാർത്തയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ഇത് എന്താണ് ഈ കമൻറ്റ് എന്ന് ചോദിച്ചപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറുക്കനും ഒരു പെൺകുട്ടിയും കൂടിയുള്ള കോൺവെർസേഷനാണ്. അതായത് നമ്മൾ സാധാരണ ഒരു പേരൻസ് ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സേജസ്, സ്നാപ്ചാറ്റ്, വാട്സപ്പ്, അങ്ങനെ കുറേ ചാറ്റിംഗ് ആപ്പുകളുണ്ട്, അല്ലെങ്കിൽ ടെലഗ്രാം, ഇതിനകത്തൊക്കെയാണ് സാധാരണ കുട്ടികൾ ചാറ്റ് ചെയ്യുന്നത്. അതൊക്കെ പേരൻസ് കണ്ടുപിടിക്കും. ഈ ന്യൂസ് ചാനലിനകത്ത് വന്ന് ലൈവ് ന്യൂസ് ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് മെസ്സേജസ് ഇട്ടാൽ ആരെങ്ങനെ കണ്ടുപിടിക്കാനാണ്? അത് സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അത് ഒരിക്കലും കണ്ടുപിടിക്കപ്പെടില്ല. അപ്പോൾ കുട്ടികളുടെ ബുദ്ധിവൈഭവം അല്ലെങ്കിൽ കുട്ടികൾ ഏതൊക്കെ രീതിയിൽ ഏത് തലം വരെ ചിന്തിച്ച് ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത്രമേൽ ബുദ്ധിയുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ പിന്നെ ഈ രീതിയിലൊന്നും പോവില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഈ കുട്ടികൾ, എനിക്ക് മനസ്സിലായത് ഇവർ പഠിക്കുന്നതിനേക്കാട്ടിലുപരി ഇവരിത് കുരുട്ടുബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ സമയം സ്പെൻഡ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എങ്ങനെ പിടിക്കപ്പെടാൻ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവർ തമ്മിലുള്ള ചാറ്റാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയും വരുന്നുണ്ട്. നമ്മൾ ഓർത്ത് നോക്കിയേ, പേരൻസൊക്കെ എത്ര മണ്ടന്മാരാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ചിന്തിച്ചാലൊരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാനോ ഉപദേശിച്ച് നേരെയാക്കാനോ ഒന്നും പറ്റില്ല. നല്ല കാര്യത്തിനാണെങ്കിൽ നല്ല കാര്യത്തിന്, ചീത്തക്കാര്യമാണെങ്കിലും ചീത്തക്കാരിൽ അവർക്ക് ഉള്ള വഴി അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ ആ ചാറ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. പിന്നെ നിങ്ങൾക്കാണെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയത്ത് ചുമ്മാ ഒന്ന് ചാറ്റൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്. അപ്പം എറണാകുളത്തുള്ള 2 കുട്ടികളാണെന്നും മനസ്സിലായി, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നും നമുക്ക് ആ ചാറ്റിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ആ ചാറ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടം തൊട്ടാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. എനിക്കൊരു കോൾ വന്നതാണ്, ചേട്ടൻ എവിടെയോ പോയി, ബട്ട് എനിക്ക് ഇപ്പോൾ ഒന്ന് പുറത്ത് പോകണം. എപ്പോൾ? തന്നെ വരും, പോയിട്ട് ഇപ്പം തന്നെ വരും. മുത്തുശ്രീ നീ പോട്ടെ. എവിടാ? ആൾ പോയി കഴിഞ്ഞപ്പോൾ പ്രമുഖരൊക്കെ ഫോട്ടോഷൂട്ടിനെത്തിയെന്ന്. അതല്ല, എപ്പോൾ വേണ്ട. എനിക്ക് എവിടെയാ പോവേണ്ടേ? നിനക്ക് എവിടെയാ പോവേണ്ടേ? എപ്പോൾ? എങ്ങോട്ടേക്ക്? അർജുനാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോൾ എവിടോട്ടേക്കാണ് പോകേണ്ടത്? നിനക്ക് എവിടെയാണ്? അർജുൻ തന്നെ. മുത്തുശ്രീയെ എല്ലാം എന്നാ ഞാൻ ഇവിടെ ഉണ്ട്. ഇല്ല പോയില്ല, ഞാനിവിടെ ഉണ്ടെന്ന്. അപ്പം മുത്തുശ്രീ, ഞാനിപ്പം എന്തായാലും പുറത്ത് പോയിട്ട് വരാം. പോവാണോ അർജുൻ? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. മുത്തുശ്രീ പോയാ അർജുനെ? പിന്നെ മിത്രവൃന്ദാവൻ കൃഷ്ണ മെസ്സേജ്. മുത്തുശ്രീ എൻ്റെ മെസ്സേജ് കണ്ടിക്കേ ഇപ്പോൾ. മുത്തുശ്രീ നിനക്ക് എപ്പോൾ എവിടെയാ പോവണ്ടേ? അർജുനാണേ. എവിടെയാ പോവണ്ടേ? അർജുൻ വിഷമത്തോടു കൂടി. മുത്തുശ്രീ ഇപ്പോൾ ഓണമല്ലേ, മാല വാങ്ങണം. മുത്തുശ്രീയാണേ. മുത്തുശ്രീ എന്നോ മിത്രശ്രീ എന്നോ അങ്ങനെയാണ്ടാ വിളിക്കുന്നത്. മിത്രശ്രീ മേടിക്കാൻ എന്താ? ഏത് ടൈപ്പാ മേടിക്കാൻ പോകുന്നത്? ഡിസൈൻ? ട്രഡീഷണൽ? ഒരെണ്ണം വാ, തുറന്ന് ചോദിക്കില്ല. അത് വേറെ കേട്ടോ, അത് വേറെ ആരോ ആ ന്യൂസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന. ഒരെണ്ണം വാ തുറന്ന് ചോദിക്കത്തില്ല. പക്ഷേ നമുക്കിവിടെ ഹൈലൈറ്റ് അർജുനും മിത്രശ്രീയുമാണ് കേട്ടോ. ട്രഡീഷണൽ. അർജുൻ, മിത്രശ്രീ അല്ല നീ എവിടാ? ഇവിടെ വരുന്നുണ്ടോ എന്നാണ് തെറ്റിപ്പോയി. എവിടെ? അത്തച്ചമയത്തിന് ബോയ്സ് സ്കൂളിൽ. അതെവിടെയാണ് സംഭവം എന്ന് എനിക്കറിയില്ല. അത്തച്ചമയത്തിന് ബോയ്സ് സ്കൂളിൽ. അർജുനാണ് ചോദിക്കുന്നത് വരുന്നുണ്ടോയെന്ന്. നീ വരുന്നുണ്ടോ അത്തച്ചമയത്തിന് സ്കൂളിൽ? ഇവിടുത്തെ ബോയ്സ് സ്കൂൾ. മത്തുശ്രീ ചോദിക്കുന്നത് ഇവിടുത്തെ ബോയ്സ് സ്കൂൾ. അപ്പോൾ അർജുൻ മറുപടി പറയുന്നത് തൃപ്പൂണിത്തുറയിൽ ആണ് ഫെസ്റ്റിവൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എറണാകുളംകാരാണെന്ന്. ഞാനില്ലടാ, ഇവിടെ ഇന്ന് അവിടുത്തെ മിസ്സ് ചെയ്യാൻ പറ്റൂലെന്ന്. ഇവിടെ ഇന്ന് ഉണ്ട്, അത് മിസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇന്നുണ്ട്, അത് മിസ് ചെയ്യാൻ പറ്റില്ല. NCC. മിത്രശ്രീ പറയുന്നു NCC ഉണ്ട്. മിത്രശ്രീ എന്ത് മിസ് ചെയ്യാൻ പറ്റില്ലെന്നാ?
എനിക്കും അത് തന്നെയാണ്, ഞാനും അതും ചോദിച്ചു എന്ത് മിസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാനും അത് ഓർത്തു കേട്ടോ. അപ്പോൾ പറയും, എടാ ഞാനേ മിത്ര വൃന്ദ ഉണ്ണികൃഷ്ണൻ, വിന്ദ്ര ഉണ്ണികൃഷ്ണൻ, ഞാൻ എന്തുകൊണ്ടോ പറഞ്ഞു കേട്ടോ. പോവാണോ? ആ, മിസ്സാക്കിയാൽ എന്നെ പുറത്താക്കും, NCC ക്യാമ്പോ മറ്റോ ഉണ്ട്, അവിടെ നിന്ന് പുറത്താക്കുമെന്നാണ് പറഞ്ഞത്. ആ ശരി. അപ്പം ഇതൊക്കെയാണ് ഞാൻ കണ്ട മെസ്സേജസ്. അപ്പം രസമായിരുന്നു, ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് കിട്ടിയ ഗുണപാഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പുലികളാണ്. അതായത് അവർക്ക് അറിയാം അച്ഛനും അമ്മയും ഏതറ്റം വരെ പോകുമെന്ന് അവർക്ക് കൃത്യമായ ധാരണയുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ എത്ര പിടിച്ച് കിട്ടിയാലും അവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അവർ ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് വിചാരിച്ചാൽ നമുക്കെങ്കിലും സമാധാനം കിട്ടുമെന്നല്ലാതെ എനിക്കിതിനകത്തൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടികൾ അല്ലേ. അവർക്ക് ബുദ്ധിക്കൊന്നും ഒരു കുറവുമില്ല, പക്ഷേ അത് ഉപയോഗിക്കുന്ന ഏതൊക്കെ രീതിയിലാണെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. ബൈ.